എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ടെറസിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ടെറസിൽ നട്ടേക്കണതിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഞാനിത് പച്ചക്കറിയൊക്കെ പടർത്തിയേക്കണ വലയിലാണ് ഇത് പടർത്തിയിരിക്കണ. അപ്പൊ ഒരുപാട് പേരാണ് എന്നോട് ചോദിക്കാറുള്ളത്, ഇപ്പൊ നമ്മ പച്ചക്കറിയൊക്കെ പടർത്തി നെറ്റിലൊക്കെ പടർത്തി കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുമെന്ന്. നമുക്ക് കണ്ട ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാം. ഇതൊക്കെ കണ്ടില്ലേ, നല്ലോണം പഴുത്ത് നല്ല കളറിൽ കിടക്കണത്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ടെറസിലൊക്കെ നടുമ്പാന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം കിട്ടുമല്ലോ. അപ്പൊ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടണം ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടാ. നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ആദ്യം വേണ്ടത് സൂര്യപ്രകാശമാണ്. നമ്മൾ തണലിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ട് ഒന്നും ഉണ്ടാകൂല. പിന്നെ ഞാൻ നട്ടേക്കണ ഡ്രമ്മിലാ നട്ടേക്കണത്. ഡ്രമ്മിൽ നട്ടിട്ട് വലയിലോട്ട് പടർത്തി കൊടുത്തേക്കണതാണ്. അപ്പൊ നമ്മ വളമിട്ട് കൊടുക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, പിന്നെ കടലപ്പിണ്ണാക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കും. പിന്നെ വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ നനക്കാറുള്ളൂ. അധികം വെള്ളം വേണ്ടാത്ത ഒരു ചെടിയാണല്ലോ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ ടെറസിലൊക്കെ ഇതേപോലെ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ചെലവുകളൊന്നും തന്നെ ഇല്ല. കണ്ട ഞാനിത് പാരപ്പറ്റിക്കും പടർത്തിയിട്ടുണ്ട്, ഡ്രമ്മിൽ വെച്ചിട്ട് പാരപ്പറ്റിക്കും പടർത്തിയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് യാതൊരു ചെലവൊന്നും വന്നില്ല. കണ്ട നമുക്ക് പ്രത്യേകിച്ച് തൂണോ അല്ലെങ്കിൽ ഒന്നും തന്നെ വേണ്ട. പാരപ്പറ്റിലൊക്കെ വീണ് കിടക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ട നിറച്ച് ഫ്രൂട്ടാണ്. നമ്മ ഇതിന്ന് എപ്പോഴും വിളവെടുത്തോണ്ടിരിക്കണതാണ് കേട്ടോ. നല്ല സൂര്യപ്രകാശം നേരിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ വീട്ടില് വളർത്തുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആണ്, നല്ല മധുരം ഒരിക്കുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടിന്. അപ്പൊ ഇതേപോലെയൊക്കെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തി കഴിഞ്ഞാല് നമുക്ക് യാതൊരു ചെലവില്ല. കാരണം നമുക്കൊരു പെയിന്റിന്റെ ബക്കറ്റിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ വലിയ ചെടിച്ചട്ടിയിലൊക്കെ വരെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താം. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ 30 വർഷത്തിലേറെ നിൽക്കണം ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ നമ്മ ഈ ചെറിയ ചട്ടിയിലൊക്കെ ആകുമ്പോ ചട്ടി പൊട്ടി കഴിയുമ്പോ നമ്മ വീണ്ടും മാറ്റാൻ നിൽക്കണം. അപ്പൊ അത്യാവശ്യം നല്ല ഇതേപോലെ വല്ല ഡ്രമ്മുകളിലോ നല്ല കട്ടിയുള്ള പാത്രങ്ങളിലോ ഒക്കെ വളർത്തണതന്നെയാണ് നല്ലത്. അപ്പൊ നമുക്കിത് എപ്പോഴും മാറ്റേണ്ടി വരൂലല്ലോ, പോട്ട് മാറ്റേണ്ടി വരൂല. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം കായ ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് ആ കായ ഉള്ളത് നമുക്ക് പ്രൂൺ ചെയ്യാം. പ്രൂൺ ചെയ്യുമ്പോ വീണ്ടും കുറെ ശാഖകൾ വരും. ആ ശാഖകളിലൊക്കെ അടുത്ത പ്രാവശ്യം ഇഷ്ടംപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് ആ പ്രൂൺ ചെയ്തത് നമുക്ക് മാറ്റി നടുകയും ചെയ്യാം. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് മിക്ക ആൾക്കാരും പറയുന്നുണ്ട് പൂവിട്ടുണ്ട് കായ പിടിക്കണില്ലെന്ന്. പൂവിട്ട് കായ പിടിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കുണ്ടായത്, ഞാനും ഒരു നഴ്സറിന്ന് ഫസ്റ്റ് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ മേടിച്ചു വെച്ചിരുന്നു. ഇതേപോലെ പൂവിട്ട് കായ ഉണ്ടാവൂലായിരുന്നു. പരാഗണമൊക്കെ നമ്മൾ നടത്തി കൊടുത്താണ്, എന്നിട്ടും കായ ഒന്നും പിടിച്ചില്ല. എന്നിട്ട് ഞാനത് വെട്ടിക്കളഞ്ഞതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നടുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മിപ്പോ ഈ കായ ഉണ്ടായി കഴിഞ്ഞില്ലേ, ഈ കായ ഉണ്ടായ തണ്ട് വേണം നടാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് പിറ്റേ വർഷം തന്നെ കായ കിട്ടുള്ളൂ. ഇതാണ്ട് നേരിയൊരു കമ്പുമലാണ് ഈ ഫ്രൂട്ട് ഉണ്ടായി കിടക്കണണ്ട. അപ്പൊ കമ്പിന് വണ്ണൊന്നും വേണമെന്നൊന്നുമില്ല, പക്ഷെ കായകൾ ഉണ്ടായ തണ്ട് വേണം നമ്മ പ്രത്യേകിച്ച് നടാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഉള്ളിടത്തുനിന്ന് വേണം നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് മേടിക്കാൻ. അല്ലാണ്ട് നമ്മ വെറുതെ കായൊന്നും ഇല്ലാണ്ട് കിടക്കണ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടാല് കായൊന്നും ഉണ്ടാകൂല. പിന്നെ ഞാനിവിടെ പരാഗണം ഒന്നും നടത്തി കൊടുക്കാറില്ല കേട്ടോ. കാരണം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് പരാഗണം നടത്തേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ നട്ടുകൊടുത്ത് പിറ്റേ വർഷം തുടങ്ങി കായ്ക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ പരാഗണം ചെയ്തു കൊടുക്കേണ്ട ചില വെറൈറ്റികളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിവിടെ നട്ടിട്ടില്ല. നമ്മ പരാഗണം നടത്താത്ത ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമേ ഞാൻ നട്ടിട്ടുള്ളൂ. എല്ലാ പൂവും തന്നെ നമുക്ക് കായായി കിട്ടാറില്ല. ഒരു പൂ പോലും പൊഴിഞ്ഞു പോകാറില്ല. ഈ പൂ ഉണ്ടായി കഴിഞ്ഞാല് എല്ലാം നമുക്ക് കായായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതിന് യാതൊരു കീടങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മ പറമ്പിലൊക്കെ നടണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മിക്ക പ്രദേശങ്ങളിലും ഒച്ചിന്റെ ശല്യം ഉള്ളതുകൊണ്ട് ഈ ഒച്ച് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തണ്ടുകളെല്ലാം തിന്നിട്ട് ഇത് മാത്രം ഉള്ളിൽ ആ കമ്പ് മാത്രമാക്കി നിർത്തും. അപ്പൊ ഇത് ടെറസിലായതുകൊണ്ട് നമുക്ക് ഒച്ചിന്റെ ശല്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒച്ച് മാത്രമുള്ളൊരു പ്രശ്നം, ഒച്ചിന്റെ ശല്യത്തിൽ നാം ഒച്ചിനെ പിടിച്ച് നശിപ്പിക്കല് മാത്രമുള്ളൂ അതിനൊരു ഇത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് യാതൊരു കീടനാശിനി ഒന്നും നമുക്ക് തളിക്കേണ്ട ആവശ്യമില്ല ഡ്രാഗൺ ഫ്രൂട്ടിന്, മറ്റുള്ള ഫ്രൂട്ട് പോലെ. പിന്നെ നമുക്കിത് വിളവെടുക്കാൻ എളുപ്പമാണ്. കാരണം ഇത് മുകളിലോട്ട് പോണതല്ല, നമുക്ക് ഇതേപോലെ താഴേക്ക് വീണ് കിടന്ന് നമ്മുടെ കൈകൊണ്ട് പറിച്ചെടുക്കുന്ന രൂപത്തിലാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പൊക്കെ. അപ്പൊ നമുക്ക് ഈ ഫ്രൂട്ട് പറിച്ചെടുക്കാനും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഈ ഫ്രൂട്ട് കിളികളും തിന്നൂല. കാരണം ഈ ഡ്രാഗൺ ഫ്രൂട്ടുമേലൊക്കെ മുള്ള് കണ്ടില്ലേ, അതുകൊണ്ട് വവ്വാലോ
കിളികളൊന്നും തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തിന്നാൻ വരൂല. അപ്പൊ അതുകൊണ്ട് അതും നമുക്ക് കവറൊന്നും ചെയ്തിടേണ്ട ഒരു കാര്യമൊന്നുമില്ല ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും. അപ്പൊ നമുക്ക് കുറെ പരിചരണങ്ങൾ ഒന്നും തന്നെ വേണ്ടാത്ത ഫ്രൂട്ട് തന്നെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മ വർഷത്തിൽ ഒരു 3 പ്രാവശ്യം നമ്മ എന്തെങ്കിലും ചാണകപ്പൊടി അല്ലെങ്കിൽ കടലപ്പൊടി പിണ്ണാക്ക് പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വല്ലപ്പോഴും ഒന്ന് നനച്ചും കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാം. അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാം. അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബ്യൂട്ടി ആണ്. ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല റെഡ് കളറിലുള്ളതാണ്. അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം. കണ്ട വിളവെടുക്കാനൊന്നും നമുക്ക് ഇനിയും ഇതുപോലെ ഇങ്ങനെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടാ. ഇപ്പൊ നവംബർ വരെ, മാർച്ച് തുടങ്ങി നവംബർ വരെ നമുക്ക് കായ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം വലയുടെ ഉള്ളിലൊക്കെ കിടക്കണ വേണ്ട. നല്ല വലിപ്പമുള്ള നല്ല വെയിറ്റ് ഉള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇതൊക്കെ. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കാണുന്ന പോലെ അല്ല, നല്ല വെയിറ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴായാലും ഇത് 1 കിലോ ഒക്കെ വരും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം കണ്ട നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുത്ത്. അപ്പൊ നമ്മ ഇതേപോലെ എപ്പോഴും വിളവെടുക്കണം. ഇനിയും കണ്ടില്ലേ വിളവെടുക്കാൻ പെട്ടെന്ന് തന്നെ. നമ്മിപ്പേ ഫ്ലവർ വിരിഞ്ഞ് നമുക്ക് 28ാം ദിവസം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എത്ര ദിവസമാണ് ഇതിന്റെ മൂപ്പെന്ന്. അപ്പൊ നമ്മ ഫ്ലവർ വിരിഞ്ഞ് 28ാം ദിവസം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇതേപോലെ പഴുത്ത് കിട്ടും. കണ്ട അപ്പൊ നമ്മ പഴുക്കുമ്പോ മാത്രം നമ്മ വിളവെടുത്താൽ മതി. കണ്ട ഇതുമല്ലൊക്കെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കണ. ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കായകൾ ഉണ്ടായിട്ടുണ്ട്. വിളവെടുക്കാനായി നിൽക്കുന്ന കായകളുണ്ട്. കണ്ട അപ്പൊ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞോണ്ടേ ഇരിക്കും. അപ്പൊ നമ്മ വിളവെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ കണ്ട ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് കണ്ട ഇത് കാണുമ്പോ ഇങ്ങനെ തോലൊക്കെ കുറവാണ്. കണ്ട നല്ല കുരുവൊക്കെ കണ്ടില്ലേ, നല്ല കളറാണ്. കണ്ട നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരം എന്ന് പറഞ്ഞാലേ ഭയങ്കര മധുരം കേട്ടോ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട നല്ല ജ്യൂസി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. കണ്ട ഭയങ്കര ജ്യൂസിയാണ്. അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എല്ലാവരും ഇല്ലേ സ്ഥലം ഇല്ലെന്ന് വിചാരിച്ച് കൃഷി ചെയ്യാണ്ടിരിക്കേണ്ട. നമുക്ക് എല്ലാ വീടും ടെറസാണ്. ടെറസിൽ നമ്മ പാരപ്പറ്റിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് കഴിക്കാനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമ്മ ഒരു ഇപ്പൊ ഡ്രമ്മിലൊക്കെ ആണെങ്കിൽ 2 ചെടി വെച്ച് നട്ടുകൊടുത്താൽ മതി. അതിങ്ങനെ പടർന്ന് കണ്ട എല്ലാ വർഷവും പടർന്ന് പന്തലിച്ചിട്ട് ഇഷ്ടം പോലെ കായിട്ടും. പിന്നെ നമ്മ വലയില് ഞാൻ പറഞ്ഞല്ല നമ്മ പച്ചക്കറിയൊക്കെ മിക്ക ആളുകളും ടെറസിൽ പച്ചക്കറി കൃഷിയാണ്. പച്ചക്കറി കൃഷി ഇല്ലാത്ത വീടുകൾ വളരെ കുറവുള്ളൂ. അപ്പൊ ടെറസിൽ നമ്മ പച്ചക്കറി പടർത്തണ വലയില് നമുക്ക് ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് പടർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വിളവെടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കാം, ജ്യൂസായിട്ട് കഴിക്കാം, ഷെയ്ക്കായിട്ട് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അത് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത ഫ്രൂട്ടിന് പ്രത്യേക ടേസ്റ്റ് ആണ്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ പോലെ ഒന്നും അല്ല. അത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പൊ എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇതേപോലെ ഈ പച്ചക്കറിയൊക്കെ പടർത്തണ വലയിലൊക്കെ ഒന്ന് പടർത്തി നോക്ക്. നിങ്ങൾക്ക് എല്ലാ വർഷവും ഇഷ്ടം പോലെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.